ടി ടി തൃശ്ശൂർ ടു ട്രിവാൻഡ്രം. എൻ്റെ ഫേവറേറ്റ് വ്ളോഗറിനെ കാണാൻ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം പോവാണ്. ബട്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒരേ ഒരു കാര്യം അറിയാം, കഴക്കൂട്ടം. ലെറ്റ്സ് ഗോ. എനിക്കറിയില്ല എൻ്റെ ഈ ജേണിയിൽ എൻ്റെ ഫേവറേറ്റ് വ്ളോഗറിനെ എനിക്ക് കാണാൻ പറ്റുമോയെന്ന്. പുതുക്കാട് 12:30 പഴശ്ശിരാം ട്രെയിനിനാണ് എൻ്റെ യാത്ര ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ആ ഒരു നേരം കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി. പക്ഷേ എൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് ബസ് കിട്ടും എന്നുള്ളത് കൊണ്ട് വേഗം കിട്ടിയൊന്നുമില്ല. എന്നാലും നമുക്ക് ട്രെയിൻ മിസ്സാവാതെ ബസ് കിട്ടി. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇത്തിരി പൈസയുണ്ട്. 100 രൂപയാണ് ടിക്കറ്റ് വന്നത്. 190 രൂപയാണ് ടിക്കറ്റ് വന്നത്. ടിക്കറ്റ് എടുത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ലിറ്ററലി ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട വ്ളോഗറിനെ കാണാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, എൻ്റെ ഒരു ജോബ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ നിങ്ങൾക്കറിയാലോ, അറിയില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിക്കോ. ഞാൻ എൻ്റെ പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് സോഷ്യൽ മീഡിയ മാനേജിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. സോ വേണ്ടം പോയി 4 ഷൂട്ട് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അതിൻ്റെ ഒപ്പം ആളെയും കൂടെ കാണാം. കഴക്കൂട്ടത്താണ് നമ്മൾ ഇറങ്ങുന്നത്. സോ ഇനി നമ്മൾ കഴക്കൂട്ടം പോകുന്ന വഴി കാണാം. ഇതുവഴി ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ട്രിവാൻഡ്രം കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ കാണാൻ ശ്രമിക്കുവാണ്. ട്രെയിനിൽ കയറി ആദ്യത്തെ കുറച്ച് നേരം വളരെ പോസ്റ്റായിരുന്നു. ഒരു സീറ്റ് കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ദെൻ അങ്ങനെ കുറേ നേരം നല്ല രീതിക്ക് അങ്ങ് പോസ്റ്റ് അടിച്ചിരുന്നു. നമ്മുടെ കോട്ടയം സൈഡിലൊക്കെ എത്തിയ സമയത്ത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങി. കോട്ടയം കഴിഞ്ഞു. കൊല്ലത്തൊക്കെ എൻ്റെ പൊന്നോ കിടിലൻ വ്യൂ. ഒരു ദിവസം നമുക്ക് കൊല്ലത്ത് പോകണം ഗൈസ്. അതെ, കൊല്ലം ഇത്ര അടിപൊളിയാണോ? നല്ല രസമുള്ള, നല്ല രസത്തിൽ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. ഞാൻ ഒറ്റവട്ടേ ഞാൻ കൊല്ലത്തേക്ക് പോയിട്ടുള്ളൂ. മൈൻഡ് ബ്ലോയിങ് പ്ലേസാണ്. നമ്മളുടെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. സാമ്പ്രാണിക്കുടി, അത് കൊല്ലത്തുള്ള അഷ്ടമുടി കായൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു സാമ്പ്രാണിക്കുടി ഉള്ളത്. മൈൻഡ് ബ്ലോയിങ് സ്ഥലമാണ്. നിങ്ങൾക്ക് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതായത് കേരളത്തിലത്തെ ലക്ഷദ്വീപ് എന്ന് നമുക്ക് സുഖമായിട്ട് പറയാം. കേരളത്തിലത്തെ ലക്ഷദ്വീപോ മാൽദീവ്സോ അത്രയും മുട്ടിനൊപ്പം വെള്ളമുള്ളൂ, അതും കായലിൻ്റെ നടുവിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. അപ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ പിടിക്കാൻ വേണ്ടി നമുക്ക് പോത്തങ്കോട് ബസ് കിട്ടുന്ന ആ ഒരു സ്റ്റാൻഡിലോട്ടാണ് പോകുന്നുണ്ടായത്. ഓട്ടോക്കാരന്മാരോട് ചോദിച്ചപ്പോൾ അവർ 50 രൂപ. എൻ്റെ പോലെ ആകെ 1 കിലോമീറ്ററുള്ളൂ, 50 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട. അതായത് 3 പേരോട് ഞാൻ ചോദിച്ചു. ഈ 3 പേർക്കും ഓട്ടോയിൽ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു സ്മോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 4ാമത് ഒരാളോട് ചോദിച്ചു 50 രൂപ. എന്നാൽ വേണ്ട, 50 രൂപയ്ക്കൊന്നും 1 കിലോമീറ്റർ പോകാൻ ആ ഒരു എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അത് തന്നെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ഓട്ടോക്കാരൻ. ആ ഓട്ടോയിൽ 3 ആൾക്കാർ ബാക്കിലുണ്ട്. അതായത് പെട്രോൾ ഓട്ടോറിക്ഷയാണ്, കുഞ്ഞു ഓട്ടോറിക്ഷ. ആൻഡ് 3 ആൾക്കാർ ബാക്കിലുണ്ട്. അത് കഴിഞ്ഞ ആളെന്നെ വിളിച്ച് അവിടേക്ക് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഇരുത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓൾറെഡി ഇത്ര ആൾക്കാർ ഫിറ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ പൈസ അതിനനുസരിച്ച് കുറവായിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ്റെ ഓട്ടോയുടെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നുണ്ട്. അതായത് പെട്രോൾ ഓട്ടോറിക്ഷ, പൊട്ടിയ ഗ്ലാസ്, ഇത് രണ്ടുമാണ് ആ ഒരു സിമ്പിൾ. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോയി 50 രൂപ വാങ്ങി. എന്നാലും കുഴപ്പമില്ല, ആ ചേട്ടൻ്റെ ഒരു പൊട്ടിയ ഗ്ലാസ് അങ്ങ് മാറ്റട്ടെ. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലൊക്കേഷനെത്തി. നമ്മുടെ വ്ളോഗർ ശ്രീകാര്യം കൂടിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാനൊരു 4-5 ദിവസത്തെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള മെയിൻ സാധനങ്ങൾ, അത് നമ്മുടെ ട്രിവാൻഡ്രം സൂ, അതുപോലെ തന്നെ മ്യൂസിയം, അതുപോലെ തന്നെ കൊട്ടാരം, അങ്ങനത്തെ അതിൻ്റെ ആ ഏരിയകൾ, പിന്നെ ഒരു അക്വേറിയം, ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആദ്യം പോയത് ട്രിവാൻഡ്രം സൂയിലേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂയിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ഞാൻ സൂയിൽ പോയി, അതും ഒറ്റയ്ക്ക്. എനിക്ക് അങ്ങനെ ഈ സാധനം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്നു. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്, നല്ല രസമാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കാമായിട്ടിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം. ദെൻ അത് ആ ഒരു ഇതിൽ കൂടെ നടന്നു പോയപ്പോൾ ഞാൻ അവിടെ സിംഹത്തിനെ കണ്ടു. അപ്പോൾ ഈ ഒരു സിംഹത്തിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു
ലൈക്ക് ഒരു വലിയൊരു കൂട് പോലത്തെ ഒരു സെറ്റപ്പിൽ, അതായത് കൂടല്ല എന്നാലും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസാണ്. ദെൻ ഒരുപാട് ഏരിയ ഉണ്ട്. അതിൻ്റെ നടുവിൽ ഒരു പൊങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മുടെ സിംഹം ഇരിക്കുന്നത്. ഞാൻ കുറേ നേരം ഈ സിംഹത്തിന് നോക്കിയപ്പോൾ ഒരേ ആക്ഷൻ, അതായത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ആൻഡ് ഈ നെക്ക് ഇങ്ങനെ തിരിയുന്നു, ഇങ്ങനെ നെക്ക് തിരിയുന്നു, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇത് തന്നെ. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന അവിടെ വെറുതെ ഒരു കുറച്ച് സെക്യൂരിറ്റി അങ്ങനത്തെ എന്തോ പണി ചെയ്യുന്ന അവന്മാരോട്, ആ ചേട്ടന്മാരോട് ഞാൻ ചോദിച്ചു, ചേട്ടാ അത് ഡമ്മി എങ്ങാനാണോ എന്ന് ചോദിച്ച്, ഡമ്മിയാണോ ചാടിക്കുള്ള രീതി. അതായത് ഇപ്പം ഞാൻ എൻ്റെ വിവരമില്ലായ്മോട് മണ്ടത്തരമായിട്ട് ചോദിച്ചതാണ്. ഭയങ്കര മോശമായിട്ടാണ് ആ ഒരു സൂലുണ്ടായ ആൾക്കാർ എന്നോട് പെരുമാറിയത്. ഓഹോ, ഇത്രയും ലൈക്ക് ഞാനുണ്ടല്ലോ ലിറ്ററലി ഞാൻ അത് തൃശ്ശൂർ എങ്ങാനായിരുന്നെങ്കിൽ അവരെ വയറ് നിറച്ച് ഞാൻ കൊടുത്തേനെ. അല്ലെങ്കിലും എനിക്ക് എന്തോ ഞാനത് ഭയങ്കര ഡെസ്പായി പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വയറ് നിറച്ച് നല്ല ചീത്ത പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോൾ ചീത്ത അറിയാത്ത ഒരാളൊന്നുമല്ല ഞാൻ. ബട്ട് ഞാൻ എന്തോ അവരെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മിസ്റ്റേക്കാണ്, ബൈ മിസ്റ്റേക്കാണ്. ഞാൻ അപ്പം തന്നെ അവരുടെ അടുത്തുനിന്ന്, എന്നിട്ട് ഞാനിങ്ങോട്ട് പോന്നിട്ട് പോലും അവന്മാർ നിർത്തിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്, ലിറ്ററലി ഞാൻ പറയുന്നതാണ്. ദെൻ അത് കഴിഞ്ഞ് സിംഹം കൊള്ളാം, അല്ല സിംഹമല്ല പുലി. ദെൻ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ആ ഒരു സൂ വെറുത്തു. ലിറ്ററലി ട്രിവാൻഡ്രത്ത് തന്നെ വെറുക്കുക ഒറ്റ കാരണം മതി. പക്ഷേ എൻ്റെ മണ്ടത്തരമായതുകൊണ്ട് ഞാൻ സൂ വെറുത്ത്. അങ്ങനെ ഞാൻ വേറെ പെട്ടെന്നൊന്ന് കണ്ടിറങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സ്പോട്ടൊക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു കോമഡി എന്ന് പറയാനാണെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിലത്തെ ഒരു ടൂറിന് വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർ. അവരെല്ലാം ഈ സിംഹത്തിനെ കണ്ടിട്ട് ഡമ്മി എന്ന് പറഞ്ഞിട്ട് തന്നെ പോയ ടീമുകളാണ്. കാരണം ആർക്ക് കണ്ടാലും അങ്ങനെ തോന്നുക. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത് ഞാൻ ചോദിച്ചു, കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചു, അതങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, തെറ്റാണോ അത്? ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡമ്മീനെ പിടിച്ചിടുമോ? കേരളമല്ലേ, എന്താ ഇട്ടാൽ? എനിക്ക് അത്ര പറയാനുള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സൂ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മ്യൂസിയം ഈസ് റിയലി ഗുഡ്. അവിടെയുള്ള എല്ലാ പോലീസുകാരൊക്കെ വെരി ഗുഡ്, നൈസ്. ദെൻ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കരുതെന്ന് പറയുന്ന സ്ഥലത്ത് വീഡിയോ എടുക്കാതിരിക്കുക. അല്ലാണ്ട് ഒരാവശ്യമില്ല അത് വെറുതെ ഇങ്ങനെ ഫോട്ടോ ഞെക്കിക്കൊണ്ടിരിക്കരുത്. ലൈക്ക് ഇവിടെ ഇപ്പോൾ ഈ പുരാവസ്തുവിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം മേ ബി ലീക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ പരമാവധി എടുക്കാണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു. ആസ് എ റെസ്പോൺസിബിൾ വ്ളോഗർ ഞാനത് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ മൃഗങ്ങളുടെ വീഡിയോയിൽ നമ്മുടെ പാമ്പിൻ്റെ ആ ഒരു കയറുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ബാക്കിയുള്ളത് എനിക്കിഷ്ടപ്പെട്ട 1-2 സാധനങ്ങൾ ഞാൻ എടുത്തു. ഇപ്പോൾ ലിറ്ററലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം ആസ്വദിക്കാതെ നമ്മളെല്ലാം അങ്ങ് കുറേ, ഇപ്പം ഞാൻ റീസെൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ ഒരു സ്ഥലം ആസ്വദിക്കാതെ കാണുന്നതെല്ലാം നമ്മൾ ഫോണിൽ ഇങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യും. അതല്ല വേണ്ടത്. ഒരു യാത്ര പോയി കഴിഞ്ഞാൽ മാക്സിമം നമ്മളുടെ കണ്ണുകൊണ്ട് അത് കണ്ട് ഇമാജിൻ ചെയ്ത് തലച്ചോറിൽ അങ്ങ് കയറ്റി വയ്ക്കുക. പിന്നെ കുറച്ചൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം, കാരണം അതൊരു ഫ്യൂച്ചർ മെമ്മറിക്ക് വേണ്ടിയിട്ട്. തുഷാരഗിരി വാട്ടർഫോൾസിൻ്റെ അവിടേക്കുള്ള ഒരു ട്രക്കിംഗ് നടത്തി. ഞാൻ കംപ്ലീറ്റ് ആ ഒരു ജേണി ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിറ്ററലി എനിക്ക് ആ ഒരു ജേണി അധികം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഫോൺ ഓണാക്കി പോലും ഇല്ല, ഫോൺ 2 പോക്കറ്റിൽ വെച്ച് എൻജോയ് ചെയ്ത് നമ്മുടെ സുൽത്താനിക്കയുടെ ഒപ്പം നടന്നു വന്നു. ഇത് വേറെ സുൽത്താനിക്ക കേട്ടോ, അൽ സുൽത്താൻ അല്ല. അങ്ങനെ സുൽത്താനിക്കയുടെ ഒപ്പം ഒക്കെ വർത്താനം പറഞ്ഞ് നടന്നു വന്നു. ഇറ്റ് വാസ് റിയലി എൻജോയബിൾ. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളൊരു യാത്ര പോകുമ്പോൾ ഫോണിൽ കുത്തി വീഡിയോ എടുക്കാതെ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇപ്പം മറന്നു പോകുന്ന കാര്യമാണ്. പിന്നെ ആസ് എ വ്ളോഗർ ഞാൻ വീഡിയോ എടുക്കുന്നത് അത് എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പർപ്പസ് ഉണ്ടെങ്കിൽ ആവശ്യത്തിന് വീഡിയോ എടുക്കുക, എല്ലാം കൂടെ കുത്തിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ട്രിവാൻഡ്രം ഇറ്റ്സ് എ നൈസ് ജേണി. ഞാൻ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ മെയിൻ സ്പോട്ടൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പോയത് നൗഷാദിക്കയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ നൗഷാദിക്ക മട്ടൻ ബിരിയാണി, മട്ടൻ പുലാവ്, അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക് സൂര്യയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അഗസ്തിപ്പൂ തോരൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ മുട്ടക്കറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു 5-6 സാധനം, മിറാക്കിൾ ഫ്രൂട്ട് ട്രൈ ചെയ്തു, ബ്ലാക്ക് കാഡമം, അങ്ങനത്തെ ഈ ഒരു 5-6 ഷൂട്ടാണ് നമ്മൾ നടത്തിയത്. അപ്പം ഇതൊക്കെ എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. മാർച്ച് 1 മുതൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ.